2 ചെറിയുള്ളി ചതച്ചതാണ് കേട്ടോ. ഇതൊരു നമ്മുടെ ഒരു ഹെൽത്തി സംഭവമാണ്, പഴങ്കഞ്ഞി. അതുണ്ടാക്കാനാണ്, വേറെ ഒന്നുമല്ല. ചോറ് ഇരിപ്പുണ്ട്, അപ്പോൾ അതിനൊരു പഴങ്കഞ്ഞി ആക്കാൻ പോവാണ്. അപ്പോൾ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, 2 ചെറിയുള്ളി ചതച്ചത്, പിന്നെ കപ്പ വേവിച്ചതുണ്ട്, പിന്നെ നമ്മുടെ തൈരുണ്ട്, ചോറിരിപ്പുണ്ട്, ദേ മീൻകറി ഉണ്ട്. ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ പഴങ്കഞ്ഞിയാവും. അപ്പോൾ ആദ്യം നമ്മുടെ ചതച്ച ഉള്ളി അങ്ങോട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട്, ഇനി എനിക്ക് ആവശ്യത്തിനുള്ള റൈസ് ഞാൻ എടുക്കട്ടെ. അപ്പോൾ ഞാൻ റൈസ് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച കപ്പ കുറച്ച് വേണം. അപ്പോൾ അതിനെ ഒന്ന് കുത്തിയെടുക്കാനുള്ളൊരു ശ്രമമാണ്. കപ്പ വെച്ചിട്ട് കൂടുതൽ ഇരുന്നോട്ടെ, കപ്പയോടാണ് താല്പര്യം. അപ്പോൾ ആവശ്യത്തിന് കപ്പയായി, തൈര് ആവശ്യത്തിനുള്ളത് ഇട്ടു. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മീൻകറിയാണ്. അപ്പോൾ അതൊരിച്ചിരി മീൻകറി എടുക്കുന്നു. തൈരും മീനും ഒന്നും കോമ്പിനേഷൻ അല്ലാന്ന് പറയും, പക്ഷെ പഴങ്കഞ്ഞിക്ക് തൈരും മീനും കോമ്പിനേഷൻ ആകാം. അതും ചേർത്തു. അടുത്തത് ഇതിലേക്ക് കുറച്ച് നാരങ്ങാച്ചാർ ഇടാനുള്ളൊരു ശ്രമമാണ്. സ്പൂൺ എടുക്കാനുള്ള മടി കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അച്ചാർ അതിനകത്തേക്ക് ഇച്ചിരി വീണിട്ടുണ്ട്. ഇനി ഇതിനെ പഴങ്കഞ്ഞിയാക്കണമല്ലോ, അപ്പോൾ അതിനെന്താ വേണ്ടേ? കുറച്ച് വെള്ളം. ഇപ്പോൾ വെള്ളം ഒഴിച്ചു. ആഹാ, ഇപ്പം ഇത് പഴങ്കഞ്ഞിയായി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് കൂട്ടിക്കഴിച്ചാൽ മതി, പഴങ്കഞ്ഞി റെഡി. പിന്നെ ഉള്ളി ചതയ്ക്കുന്നതിൻ്റെ ഒപ്പം പച്ചമുളക് കൂടി ചേർക്കണം. ഞാനത് പച്ചമുളക് കിട്ടില്ല, കാരണം എനിക്ക് പച്ചമുളക് താല്പര്യമില്ല എരിവിനോട്. ഉള്ളി ജസ്റ്റ് കൈകൊണ്ടൊന്ന് നന്നായിട്ട് ഉടയ്ക്കുക. ഉടച്ച് ഇതെല്ലാം കൂടെ ചേർത്ത് കഴിച്ചാൽ ദേ നല്ല അടിപൊളി പഴങ്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ കേട്ടോ.